ഉണ്ടാകട്ടെ. കരോൾട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവവചനം ഷെയർ ചെയ്യുവാൻ ദൈവം തരുന്ന ഭാഗ്യ പദവിക്കായി നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ഗോഡ്. നിങ്ങൾ ഡാളസിന്റെ പ്രദേശത്ത് വരുന്നുവെങ്കിൽ ദയവായി കടന്നു വരിക. ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ദൈവസന്നിധിയിൽ നമുക്കൊന്നിച്ചായിരിക്കാൻ ദൈവം തന്നതായിട്ടുള്ള നല്ല ഭാഗ്യത്തിനായി ദൈവത്തെ സ്തുതിക്കും. ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്, മരിച്ചവരും മൗനത്തിൽ ഇറങ്ങരും ആരും കർത്താവിനെ സ്തുതിക്കുന്നില്ല, എന്നാൽ ജീവനോടിരിക്കുന്ന നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ തരുന്നതായിട്ടുള്ള അവസരങ്ങൾ അത് തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തിന്റെ സ്തോത്രം ദൈവസന്നിധിയിൽ പൂർണ്ണത പ്രാപിച്ച് മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ ഈ ദിവസങ്ങളിൽ സഹായിക്കട്ടെ. ഈ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ശ്രമിക്കുവാൻ കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കിന്ന് പകൽക്കാലം ഈ സമയത്ത് ആലോചിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാല് ഹല്ലേലൂയ നമുക്ക് തരുന്ന ആ ദൂതായി ഏറ്റെടുക്കുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ഉള്ള പ്രാർത്ഥനയോടെ നിങ്ങളായിരിക്കുന്നെങ്കിൽ നമുക്കൊന്നിച്ച് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഹല്ലേലൂയ ഇടപഴകുവാൻ, അതിന്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാൻ ഒക്കെ കർത്താവ് ഇടയാക്കട്ടെ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി ഹാഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ളതായിട്ടുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഹാഗായി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 20 മുതൽ 23 വരെയുള്ളതായിട്ടുള്ള വാക്യങ്ങൾ. 24-ാം തീയതി യഹോവയുടെ അരുളപ്പാട് 2-ാം പ്രാവശ്യം ഹാഗായിക്കുണ്ടായിരുന്നാൽ നീ യഹൂദാദേശാധിപതിയായ സെരുബ്ബാബേലിനോട് പറയേണ്ടത്, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും. ജാതികളുടെ രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും. ഞാൻ രഥത്തെയും അതിൽ കയറി ഓടിക്കുന്നവരെയും മറിച്ചു കളയും. കുതിരകളും പുറത്തു കയറി ഓടിക്കുന്നവർ ഓരോരുത്തരും താന്താന്റെ സഹോദരന്റെ വാളിനാൽ വീഴും. അന്നാളിൽ സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്, എന്റെ ദാസനായ ശെയൽതീയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. കർത്താവിന് സ്തോത്രം. സ്വർഗപിതാവേ, തിരുവചനമായി ഞങ്ങൾ നിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ കർത്താവെ, ഇത് എഴുതപ്പെട്ടതായിട്ടുള്ള അതേ ആത്മാവിനാൽ തന്നെ ഇതിനെ വിവേചിപ്പാൻ മനസ്സിലാക്കുവാനുള്ളതായിട്ടുള്ള വിവേകം ഞങ്ങൾ തരണമേ എന്നെ പറ്റി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ചാട്ടെ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. 2 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ പ്രവചന പുസ്തകമാണ് ഹാഗായി പ്രവചനത്തിന്റെ പുസ്തകം. ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിനെ നാം പഠിക്കുമ്പോൾ ആകെ ഉള്ളതായിട്ടുള്ള 66 പുസ്തകങ്ങളിൽ ഇത് 37-ാമത്തെ പുസ്തകമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് വളരെ വ്യക്തമായ രീതിയിൽ അതിനെ ക്രോഡീകരിച്ച് എഴുതിയിരിക്കുന്ന 2 അധ്യായമേ ഉള്ളെങ്കിൽ തന്നെയും ദൈവവചനത്തിന്റെ ഒരുപാട് ആഴങ്ങൾ പ്രവാചകനായ ഹല്ലേലൂയ ഹാഗായി ഇതിൽ പ്രവചിച്ച് എഴുതിയിട്ടുണ്ട്. ഇതിനെ പഠിക്കുന്ന ദൈവമക്കൾക്ക് അനുദിന ജീവിതത്തിൽ അതെങ്ങനെ പ്രായോഗികമാക്കി തീർക്കുവാൻ കഴിയുമെന്നുള്ളതായിട്ടുള്ള ഒരു ഉത്തേജനം തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് അതിനൊരു വാണിംഗ് അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൂടെ തരുന്ന ഒരു പുസ്തകമാണ്. 2 അധ്യായമേ ഉള്ളെങ്കിൽ തന്നെയും ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ദൈവ പൈതലിന്റെ പ്രത്യേകത എന്തെന്നാണ്. അതിന്റെ അവസാന വാക്കിൽ 2 കാര്യം ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകൻ കൂടെ ഇന്ന് പകൽക്കാലവും നമ്മോട് അരുളി ചെയ്യുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഒന്ന്, ഹല്ലേലൂയ, നാം വാക്യം വായിക്കുമ്പോൾ അതിന്റെ അവസാനത്തിൽ പറയുന്നത്, യഹ്തിയേലിന്റെ മകനായ സെരുബ്ബാബേലേ, ഞാൻ നിന്നെ എടുത്ത് ഒരു മുദ്രാമോതിരം ആക്കിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവിക വചനം പഠിക്കുമ്പോൾ മുദ്രാമോതിരത്തിന് അനേക ഉദാഹരണങ്ങള്, അനേക മർമ്മങ്ങള് ദൈവത്തിൽ നിന്ന് പഠിക്കുവാനുണ്ട്. ഞാൻ ഇന്ന് അങ്ങനത്തെ വിഷയത്തിലേക്ക് കടക്കുകയല്ല. 1-2 കാര്യങ്ങൾ മാത്രം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് ഓർപ്പിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, ഒരു മുദ്രാമോതിരം എന്ന് പറഞ്ഞാൽ അതിന് ചില അധികാരങ്ങളും ചില അവകാശങ്ങളും ചില ശക്തികളും ഉണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. ഒരു മുദ്രാമോതിരം എടുത്ത് അത് സീൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള എല്ലാ വ്യവസ്ഥകൾക്കും പ്രത്യേകതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ സെരുബ്ബാബേലിനോട് പറയുന്നത്, ഞാൻ നിന്നെ എടുത്ത് മുദ്രാമോതിരം ആക്കും.
ദൈവമക്കൾക്കുള്ള പ്രത്യാശ അവിടെ കാണിക്കണം. രണ്ടാമത് പറയുന്നത് ദൈവത്തിന് സ്വർണ്ണം എന്ന് യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ദൈവം തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെയാണ് കാത്തു സൂക്ഷിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു മുദ്രാമോതിരമായിട്ടാണ് ദൈവത്തിന്റെ സ്തോത്രം. ഈ ദൈവത്തിന്റെ വചനം ധ്യാനിക്കുമ്പോൾ ഹല്ലേലൂയ, മുദ്രാമോതിരം രാജാക്കന്മാർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. ആ മുദ്രാമോതിരത്തിലാണ് ഏറ്റവും അധികം ശക്തിയും അധികാരവും പവറുമുള്ള ദൈവത്തിന്. അല്ലെങ്കിൽ ആ ശക്തി ആ മോതിരത്തിന്റെ സീലിൽ അടങ്ങിയിരിക്കുകയാണ്. ആ സീല് കുത്തി ഒരു ലെറ്റർ അയച്ചു കഴിഞ്ഞാൽ ആ രാജ്യം മുഴുവനും എന്ത് ചെയ്യണമെന്നറിയാമോ? അതിനെ മാനിച്ചേ മതിയാകത്തുള്ളൂ. അതിനെ മാനിക്കാതെ ആരെങ്കിലും ഇരുന്നാൽ ആ രാജ്യത്തിന്റെ ശിക്ഷാവധി അതിൽ അടങ്ങിയിരിക്കുന്നത് അനുഭവിച്ചെങ്കിൽ മാത്രമേ കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ രാജാവ് കൽപ്പന കൊടുക്കുമ്പോൾ തന്റെ മോതിരം ഹല്ലേലൂയ അവിടെ അടയാളമായി മുദ്ര കുത്തുന്നുണ്ട്. യോസേപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഹല്ലേലൂയ സ്ഥാനം കൊണ്ട് മാത്രം ഞാൻ ഒന്നാമനായിരിക്കും, എന്നാൽ എല്ലാ അധികാരങ്ങൾക്കും നീ തന്നെയാണ് അവകാശി എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാമോതിരം ഊരി യോസേപ്പിനെ ഹല്ലേലൂയ അധികാരപ്പെടുത്തുന്നുണ്ട്. അത് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആ വിഷയത്തിലുണ്ട്. എന്നാൽ മുദ്രാമോതിരം എന്ന് പറയുമ്പോൾ ദൈവജനത്തിന്റെ അവകാശവും അധികാരവും ശക്തിയുമാണ്. ഞാൻ നിന്നെ എങ്ങനെ എടുത്തിരിക്കുന്നു? മുദ്രാമോതിരമാക്കി ഹല്ലേലൂയ എടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ളതായിട്ടുള്ള ചരിത്രം നാം നല്ലവണ്ണം ഒന്ന് മനസ്സിലാക്കണം. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ ഞാൻ അല്പമാക്കി തീർത്തു. നിങ്ങളത് വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അതിനെ ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? എന്റെ ആലയത്തിന്റെ ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ സഭയ്ക്ക് അല്ലെങ്കിൽ ഇന്നത്തെ വിശ്വാസഗോളത്തിന് നഷ്ടപ്പെട്ട ഒരു മൂല്യത്തെ കുറിച്ചാണ് ഹാഗായി ഇവിടെ പ്രവചിക്കുന്നത്. എന്റെ ആലയം എന്തായി കിടക്കുന്നു? ശൂന്യമായി കിടക്കുകയാണ്. താഴോട്ടുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ തട്ടുള്ള വീട്ടുകളിൽ പാർക്കുകയും എന്റെ ആലയം ഇടിഞ്ഞ് പൊളിഞ്ഞ് ഹല്ലേലൂയ അതിനെ പണിയാതെ കിടക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ യഹോവ അരുളി ചെയ്യുകയാണ്, ഹല്ലേലൂയ, നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർത്തിട്ട് എന്റെ ആലയം ഹല്ലേലൂയ അത് ശൂന്യമായി ഇടിഞ്ഞ് അതിന്റെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന അവസ്ഥയെ കണ്ടുകൊണ്ട് പറയുകയാണ് ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ ദൈവ പൈതലേ, അത് എനിക്കും നിങ്ങൾക്കും മറഞ്ഞിരിക്കുന്ന ഒരു മർമ്മമായാലും ഇന്ന് അത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. പുതിയ നിയമം പഠിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടി ദൈവം വച്ചിരിക്കുന്നതായിട്ടുള്ള സുവിശേഷമാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, ഈ 4 സുവിശേഷം. ഇത് പുതിയ നിയമത്തിൽ ഒരാത്മാവിന്റെ വിടുതലിന് വേണ്ടി, ഉപദേശത്തിന് വേണ്ടി, അടിസ്ഥാനത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി, ശക്തിക്ക് വേണ്ടി, രോഗസൗഖ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ അതിനെല്ലാം ഉപരിയായി ഒരു നിത്യദേശത്തിന്റെ വാഗ്ദത്തം നമുക്ക് ഉറപ്പ് തരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലെ 16-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവന്റെ പുത്രനായ യേശുവിന് ഹല്ലേലൂയ നമ്മയ്ക്ക് നൽകി തന്നിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ ലോകത്തോടുകൂടെ നാം നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ഹല്ലേലൂയ നമ്മെ പിതാവ് സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ആഴവും നീതിയും അവൻ ഉയരവും എല്ലാം വർണ്ണിപ്പാൻ നമ്മെ കൊണ്ട് കഴിയത്തില്ല. കാരണം സ്വന്തം പുത്രനായ യേശുവിനെ കാൽവരിയുടെ ഗിരിത്തടത്തിൽ ഒരു യാഗമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ത്യാഗത്തിന്റെ സ്നേഹത്തിന്റെ ആഴവും നീളവും ഉയരവും വീതിയും ദൈവത്തിന് പൈതല് നമ്മെ കൊണ്ട് വർണ്ണിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു മർമ്മമാണ് എന്റെ ആലയം ശൂന്യമായി കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നാം അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഹല്ലേലൂയ. നമ്മുടെ ശാരീരികമായിട്ട് ആലയത്തെ കുറിച്ചാണ് ദൈവം തമ്പുരാൻ ഹാഗായിൽ കൂടെ പ്രവചിക്കുന്നത്. എന്റെ ആലയം ശൂന്യമായി കിടക്കുന്നു.
ദൈവത്തിലെ നമുക്ക് ഓരോരുത്തർക്കും ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ട ഹല്ലേലൂയ ആഴമായ ഒരു സത്യമാണ്. ഹല്ലേലൂയ ഈ ആലയം എന്ന് പറയുന്നത് നമ്മുടെ മൺകൂടാരമാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ അത്യന്ത ശക്തി ഈ മൺകൂടാരങ്ങളിൽ പകർന്നിരിക്കുന്നത് ദൈവത്തിന്റെ ദാനമാണെങ്കിൽ ഈ മൺകൂടാരം അത് ദൈവത്തിന്റെ ദാനമാണ്. ഹല്ലേലൂയ ഇതില് ഉള്ളതായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് ഹല്ലേലൂയ പ്രവാചകൻ പറയുകയാണ്. ഇതെങ്ങനെ കിടക്കുന്നു? നാം ഇന്ന് തട്ടുള്ള വീടുകളിൽ എന്ന് പറഞ്ഞാൽ മാളികകളിൽ ഹല്ലേലൂയ 1 നിലയും 2 നിലയും 3 നിലയും ഉള്ളതായിട്ടുള്ള വീടുകളിൽ പാർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, നിങ്ങൾ പണിയാത്ത വീടുകളിൽ പാർക്കുകയും നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിയുടെ അനുഭവം നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ആലയത്തെ കുറിച്ചുള്ള എരിവാണ് അവിടെ കാണിക്കുന്നത്. അവിടെയെല്ലാം എന്റെ ശക്തി കൊണ്ട്, എന്റെ ആരോഗ്യം കൊണ്ട്, എന്റെ പഠിത്തം കൊണ്ട്, എന്റെ മഹത്വം കൊണ്ട്, എന്റെ സ്ഥാനം കൊണ്ട് ഞാൻ ഇതെല്ലാം സമ്പാദിച്ചെന്ന് പറയാതിരിക്കുവാൻ ഹല്ലേലൂയ നിനക്ക് നൽകി തന്ന നിന്റെ ദൈവമായ യഹോവയെ ഓർക്കാതിരിക്കുന്ന ഒരാലയമായി ഇന്ന് രൂപാന്തരപ്പെടുന്ന വിശ്വാസഗോളം ഭൂമിയിൽ എഴുന്നേറ്റ് വരുമ്പോൾ എന്നോടും നിങ്ങളോടും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, നിന്റെ ആലയം ഇന്ന് എങ്ങനെ ഇരിക്കുന്നു? അത് ദൈവത്തിന് വേണ്ടി പണിയപ്പെടുന്ന ഒരാലയമായി ഇരിക്കുന്നുവോ ഇല്ലയോ എന്ന് നാം വളരെ ശക്തിയോടെ അതിനെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുന്നുവോ? ഭാര്യമാരെ നിരസിക്കുവാനല്ല ഞാൻ പറയുന്നത്, ഭർത്താക്കന്മാരെ നിരസിക്കുവാനല്ല ഞാൻ പറയുന്നത്, മക്കളെ നിരസിക്കുവാനല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഇതിനെല്ലാം ഉപരിയായി അല്ലെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ ഉടയവനായ ദൈവത്തോട് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അതിനുപരിയായി ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇപ്പോൾ ആ ഭാഗത്ത് കടക്കുന്നില്ല. ഭൂമിയിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ശ്രേഷ്ഠതയുടെ അനുഭവം എന്തെന്ന് ചോദിച്ചാൽ അത് കുടുംബജീവിതമാണ്. 1. 2 കുടുംബമായി ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നുള്ളത്. 3 കുടുംബമായി ആ നിത്യതയിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ളതുള്ള ഭാഗ്യാവസ്ഥ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. അപ്പൊ കുടുംബം എന്ന് പറയുമ്പോൾ എന്താണ് ഈ കുടുംബം എന്ന് പറയുന്നത്? ഒരു ഭാഷാന്തരത്തിന്റെ വലിച്ച ചരിത്ര പശ്ചാത്തലം ഇങ്ങനെ കൂടുമ്പോൾ ഇമ്പമായി തീരുന്ന ഒരവസ്ഥയാണ് കുടുംബം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിന് ഭവനം എന്ന് പറയാറുണ്ട്. ഭവനം എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹല്ലേലൂയ. ഈ കാണുന്നത് ഇതൊരു ഭവനമാണ്. എന്നാൽ ഇതല്ല ഭവനം, ഇത് താൽക്കാലികമായി കെട്ടപ്പെട്ട ഒന്നാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ അടിച്ചതായിട്ടുള്ള ഐസക്ക് എത്ര ഭവനങ്ങളെ ഇവിടുന്ന് മാറ്റിക്കളഞ്ഞെന്നറിയാം. നമ്മുടെ ഏബ്രഹാമിന്റെ മകൻ ഐസക്കിന്റെ അല്ല പറയുന്നത്, ഇവിടെ അടിച്ച കാറ്റാണ്. എത്ര ഭവനങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ആ ഐസക്കിന്റെ ചില ശക്തികള് ഹല്ലേലൂയ ഞാനായിരുന്ന ഇലിനോയിസിൽ കടന്നു വരുന്നുവെന്ന് അവര് വാനകോള നിരീക്ഷകന്മാർ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു ഭയമുണ്ടായി. കാരണം ചരിത്രം അത് നമ്മെ വിളിച്ചറിയിക്കുന്നു. ഇത് കടന്നു വന്നാൽ അനേക നാശനഷ്ടങ്ങൾ. കഴിഞ്ഞ 40 വർഷക്കാലം അവരുടെ ഉപജീവനത്തിൽ കൂടെ ഉപജീവന മാർഗത്തിൽ കൂടെ അവർ സമ്പാദിച്ചതെല്ലാം നഷ്ടമാക്കി കളഞ്ഞ ഒരു കൊടുങ്കാറ്റിന്റെ പേരാ ഞാൻ പറഞ്ഞത് ഐസക് എന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അടിക്കുന്ന അനേക കൊടുങ്കാറ്റുകളിൽ പതറിപ്പോകാതെ വീണുപോകാതെ നിലംപരിച്ചാകാതെ നാം ഇന്ന് നിലനിൽക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തിന്റെ ദാനം ഈ മൺകൂടാരങ്ങളിൽ ഇരിക്കുന്നതുമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അത് നമ്മെ നീതിയിൽ നടത്തുന്നതാണ്. അത് നമ്മെ വിശ്വസ്തതയിൽ കൂടെ മുൻപോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷേ നാം നമ്മെ തന്നെ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. അത് ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, ആരൊക്കെ ആയിരുന്നാലും ദൈവത്തിന് സ്തോത്രം. അവിടെയെല്ലാം ദൈവവുമായി യേശു ക്രിസ്തുമായി പ്രത്യേകമായ വ്യക്തിപരമായ ഒരു റിലേഷൻ ഉണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മെ കുടുംബമായി കർത്താവ് രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നത് വ്യക്തിപരമായ ചില ബന്ധങ്ങളിൽ കൂടെയാണ്. ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങളിലും പോയി ഇതെന്റെ ഭാര്യ അല്ല ഇതെന്റെ ഭർത്താവ് എന്ന് പറയാൻ ഒക്കത്തില്ല. ദൈവം ചില പ്രത്യേക കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി ചിലരെ ഒന്നിച്ച് ചേർത്ത് കുടുംബമായി പണിത് കൊണ്ടുവരുമ്പോൾ ഈ കുടുംബമായി പണിയുന്ന ആലയം ദൈവം എങ്ങനെ പ്രസാദിക്കുന്നു എന്ന് നാം ദിനംതോറും പരിശോധിക്കേണ്ടത് ആവശ്യമുണ്ട്. അതില്ല എങ്കിൽ ഇന്ന് അനേക കുടുംബങ്ങളിൽ കടന്നു വരുന്ന അവസ്ഥയാണ്. നാം കൊണ്ടുവരുന്നതൊക്കെ ഹാഗായി പറയുന്നത് എവിടെയാണെന്ന് അറിയാമോ? ഓട്ടസഞ്ചിയിലിടുക. ഹല്ലേലൂയ. എവിടെ ഇടുക?
ഓട്ടസഞ്ചി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ പോക്കറ്റൊക്കെ കാലിയാ. വാങ്ങിക്കുന്ന ചെക്ക് പോക്കറ്റിനകത്ത്. ഇന്ന് പിന്നെ പോക്കറ്റ് ഒന്നും വേണ്ട, ഒരുപാട് വാനിറ്റി ബാഗുകൾ, എത്ര തരത്തിലുള്ള ബാഗുകളാണെന്നറിയാം ഓരോരുത്തർ കൊണ്ട് നടക്കുന്നത്. ഫോട്ടോ വിഷയം നമുക്ക് പ്രശ്നമല്ല. എന്നാൽ ഇത് ഹാഗായിയുടെ ഭാഷയിൽ അന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ബാഗുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഹാഗായി പറഞ്ഞ ഓട്ടസഞ്ചി എന്ന് പറഞ്ഞത്. പ്രൊഫസറോട് പഴയ കാലത്ത് ഉപദേശിമാർക്ക് ഇവിടെ ഇങ്ങനെ 2 പോക്കറ്റ് കാണും. ആ പോക്കറ്റ് അവിടെ എവിടെ നോക്കിയാൽ കാണാം, വേറെ എങ്ങും പോക്കറ്റില്ല. ഉണ്ടോ? ഇവിടെ പോക്കറ്റില്ല, ഇവിടെ ഈ 2 സൈഡിലത്തെ പോക്കറ്റ്. അങ്ങനെയായിരുന്നു പഴയ കാലത്ത്. ഇന്നിപ്പോൾ ഒരുപാട് പോക്കറ്റ് ഉണ്ട്. എവിടെ വേണമെന്നില്ല, ഈ സൈഡിൽ ഒരു പോക്കറ്റ്, പുറകിൽ 2 പോക്കറ്റ്, ഇവിടെ 2 പോക്കറ്റ്, പോക്കറ്റിനകത്ത് വേറൊരു പോക്കറ്റ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് നോട്ടുകളൊക്കെ ഒളിച്ചു വെക്കാം. പക്ഷേ ഹാഗായി പറയുന്നത് ദൈവത്തെ കൂടാതെ നീ കൊണ്ടുവരുന്നതെല്ലാം ഓട്ടസഞ്ചിയിലിടുക. കാരണം എന്താണെന്നറിയാമോ? ഈ ആലയം എന്തായി തീർന്നിരിക്കുകയാണെന്നറിയാമോ? തട്ടിട്ട വീടുകളിൽ പാർക്കുകയാണ്. നാം പാർക്കുന്ന വീടിനെ കുറിച്ച് അവിടെ വിശദീകരിക്കുന്നു. പക്ഷേ ഇതിനകത്തെ ആലയം എന്താണെന്നറിയാൻ ശൂന്യമായി കിടക്കുക. അവിടെ അധിവസിക്കേണ്ടതായിട്ടുള്ള ഒരു ശക്തിയുണ്ട്. അവിടെ അധിവസിക്കേണ്ടതായിട്ടുള്ള ഒരു സ്ഥാനാധിപതിയുണ്ട്. ആ സ്ഥാനാധിപതിയെ അവിടെ അധിവസിപ്പിക്കാതെ ലോകത്തിന്റെ ശക്തിയുടെ സ്ഥാനാധിപതിയെ ഇവിടെ അധിവസിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്റെ ആലയം ശൂന്യമായി കിടക്കുകയാണ്. അതിന്റെ 9ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. 10ാമത്തെ വാക്യം, അതുകൊണ്ട് നിങ്ങൾ നിമിത്തം ആകാശം മഞ്ഞ് പെയ്യാതെ അടഞ്ഞിരിക്കുന്നു, ഭൂമി അതിന്റെ വിളവ് നൽകുന്നില്ല. ഞാൻ ദേശത്തിന്മേലും മലകളിന്മേലും ധാന്യത്തിന്മേലും പുതുവീഞ്ഞിന്മേലും എണ്ണയിന്മേലും നിലത്തിലെ വിളയിന്മേലും മനുഷ്യരുടെ മേലും മൃഗങ്ങളുടെ മേലും കൈകളുടെ സകല പ്രയത്നങ്ങളിന്മേലും വരൾച്ച വരുത്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വീഞ്ഞ് എന്തിനു ഉപയോഗിക്കുന്നതെന്നറിയാം? ദൈവവചനത്തിനകത്തുള്ള കാര്യമാണ് കേട്ടോ. മറ്റ് ലോകത്തിന്റെ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദൈവവചനത്തിൽ പറയുന്നത് വീഞ്ഞ് മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കും. നാം ദൈവവചനം പഠിക്കുമ്പോൾ അതിന് പല രീതിയിലുള്ളതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അക്ഷരീയ അർത്ഥമുണ്ട്, ആത്മീയമർത്ഥമുണ്ട്, വ്യംഗ്യാർത്ഥമുണ്ട്, അലങ്കാരാർത്ഥമുണ്ട്. അങ്ങനെ അനേക അർത്ഥങ്ങൾ ഒരു ദൈവത്തിന്റെ വചനത്തിലുണ്ട്. എന്നാൽ അതിനെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കണം. ഇവിടെ അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവവചനം പറയുന്നത് വീഞ്ഞ് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. എന്നാൽ സദൃശവാക്യത്തിൽ പറയുന്നുണ്ട് രാജാവ് മദ്യം കുടിക്കരുത്. ചിലർ ഇതിനെ പല തരത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മദ്യം വേറെയാണ്, വീഞ്ഞ് വേറെയാണ്, അത് ഓരോ തരത്തിൽ അത് പോകുന്നുണ്ട്. എന്നാൽ ഞാൻ വേദവചനം പഠിക്കുമ്പോൾ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ സാക്ഷാൽ ഒലിമരം എന്നാണ് പറഞ്ഞത്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും നിങ്ങള് കൊമ്പുകളുമാകുന്നു. എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് സ്വയമായി ഫലം കായ്ക്കുവാൻ കഴിയത്തില്ല. നിങ്ങൾ അധികം ഫലം കായ്ക്കേണ്ടത് എന്ത് ചെയ്യുന്നു? അതിനെ ചെത്തി വെടിപ്പാക്കുമ്പോൾ ഹല്ലേലൂയ, ഇത് ശൂന്യമായി കിടക്കുന്ന അനുഭവമാണെങ്കിൽ അതിന് വളമിട്ട് കൊടുക്കണം, വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. വളമെന്ന് പറഞ്ഞാൽ ഈ ഹോം ഡിപ്പോയിൽ കിട്ടുന്ന വളമല്ല, ബോൺ മീൽസ് അല്ല. അതിന്റെ വളമെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ അനുദിനം പോഷിപ്പിച്ച് അത് നമ്മെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കണം. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ കയറി പിതാവിൽ നിന്ന് വാങ്ങിച്ച് നിങ്ങളുടെ മേൽ അയച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞാൽ തന്നെ മറുവശം എന്താണെന്നറിയാം? ഇത് നിങ്ങളുടെ മേൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആലയം ശൂന്യമായി കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ ഒരു വലിയ മൈക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുത്തെ ശബ്ദം എന്തായിരുന്നെന്നറിയാമോ? ഈ വാതിലുകളൊക്കെ തുളച്ച് എവിടെയെല്ലാം സുഷിരമുണ്ടോ അതിൽ കൂടെ ഈ ശബ്ദത്തിന്റെ ധ്വനി വെളിയിലേക്ക് പോകുമായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഇതിനകത്തൊരു ശക്തി പ്രവഹിച്ചാൽ അത് പുറത്തേക്ക് പോകും. ഹല്ലേലൂയ. ഈ ആലയം പൂർണ്ണമായ ശക്തിയിൽ വ്യാപരിപ്പിച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ചിലത് പുറത്തേക്ക് പോരും. ഹല്ലേലൂയ.
ഒരു നല്ല സംഗീതം ഇവിടെ നിന്ന് സോമ്പ്രതി നിന്ന് പാടിക്കഴിഞ്ഞാൽ അതിന്റെ സ്വരം ഈ തെരുവിൽ കേട്ടാൽ അനേകർ അവിടെ കൂടും. ഇത് എവിടുന്നാണ് ഈ ശബ്ദം വരുന്നത്? ഇത് എവിടുന്നാണ് ഈ മധുരഗാനം വരുന്നത്? ഹല്ലേലൂയ. ഇതിന്റെ ശ്രുതിമാധുര്യം എന്താണ് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ആലയത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഒരു ശക്തിയുടെ വ്യാപാരം പുറപ്പെടേണ്ടത് ആവശ്യമുണ്ട്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കർത്താവിന്റെ ആലയം ശൂന്യമായി കിടക്കുകയാണ്. കെട്ടിടത്തെ കുറിച്ചല്ല ദൈവാത്മാവ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ, അന്തരാത്മാവ് ഈ ആലയം ശൂന്യമായി കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ ശൂന്യാവസ്ഥ ഒന്ന് മാറണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ ഇതിനകത്ത് തീർച്ചയായിട്ടും ഈ ശക്തി വ്യാപരിച്ചെങ്കിലേ മതിയാകത്തുള്ളൂ. ഈ മുറിക്കകത്ത് ഇരുട്ട് മാറണമെങ്കിൽ ഈ സ്വിച്ച് ഓൺ ചെയ്ത് ഈ ലൈറ്റ് ഇവിടെ പ്രകാശിച്ചാൽ ഇരുട്ടിനിവിടെ നിൽക്കാനൊക്കത്തില്ല, അത് തനിയെ ഓടിപ്പോകും. ഹല്ലേലൂയ. ഇന്ന് അനേക കുടുംബ ജീവിതങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചകള്, പാളിച്ചകൾ എന്തെന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന അന്ധകാര ശക്തിയുടെ പ്രവർത്തനം ഈ ആലയത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ പ്രവചനമുണ്ട്, ഞാൻ നിന്നെ വാലല്ല പിന്നെന്താക്കുന്ന തലയാക്കുന്ന. ഇന്നിപ്പോ തല ആരാ? വാലിനാന്നോ ശക്തി, അതോ തലയ്ക്കാന്നോ ശക്തിയുള്ള പോരാട്ടം നടക്കുക. ഈ പോരാട്ടം നടക്കുമ്പോൾ ഇത് എവിടെയാണെന്നറിയാം? ഈ ആലയത്തിനകത്താണ് ഈ പോരാട്ടം നടക്കുന്നത്. ഞാനാണോ വലുത് അതോ നീയാണോ വലുത്? വാലാണോ വലുത് തലയാണോ വലുത്? അതിൽ ഒരുപാട് വചനങ്ങൾ പറയുന്നുണ്ട്. ഞാൻ നിന്റെ തല തകർക്കും, നീ അവന്റെ അവൻ നിനക്ക് തലയൊന്നുമില്ല. പിന്നെ ആരാ തലയില്ല? പിന്നെന്തോ നമ്മുടെ നാട്ടിലുണ്ടല്ലോ, ഇവിടെ ഞാൻ കണ്ടില്ല, ആ തല അടിച്ച് കൊന്നു കഴിഞ്ഞാലും വാല് കിടന്നിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. പ്രൈസലോട്. അത് കണ്ട് പേടിക്കുന്നവരുമുണ്ട്, അത് കണ്ട് പേടിക്കുന്നവരുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു വ്യക്തിയെ കണ്ട് പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇന്നലത്തെ റിട്രീറ്റില് കുറച്ച് ഒരു 18 വയസ്സിന് മേളിൽ പ്രായമുള്ള 14-15 വയസ്സിന് പ്രായമുള്ളതും 25 വയസ്സ് താഴെയുള്ളതായിട്ടുള്ള അവർക്ക് വേണ്ടി ഒരു ചെറിയ ഒരു റിട്രീറ്റ് ഒരു അറേഞ്ച്മെന്റ് അവിടെ ചെയ്തു. അപ്പോൾ ഓരോ സാധനത്തിന്റെ അടിയിലും ഇങ്ങനെ കമത്തി വെച്ചിരിക്കുക, വലിയ പാത്രം കമത്തി വെക്കുക. ഒന്നിനകത്ത് കണ്ണാടിയുണ്ട്, വേറൊന്നിനകത്ത് പഴമുണ്ട്, വേറൊന്നിനകത്ത് കേക്കുണ്ട്, വേറൊന്നിനകത്ത് ഒരു ബൊമ്മയുണ്ട്. ഇങ്ങനെ എല്ലാം വെച്ച് നോക്കി കഴിഞ്ഞാൽ അവസാനം അങ്ങോട്ട് ചെന്ന് ഒരു പാത്രത്തിന്റെ തല അങ്ങോട്ട് നോക്കിയപ്പോൾ ഉള്ള ഒരു നരച്ച തല എഴുന്നേറ്റ് വരുന്നു. ഇങ്ങനെ അതിന് പാത്രം പോയി ആ കൊച്ചു പേടിച്ച് പാത്രം ഒരൊറ്റ ഇടിയിലിട്ട് പോയി പുറകോട്ടങ്ങൾ പോയി കഴിയുമ്പോൾ ആ പാത്രം ചെന്ന് ആ പൊങ്ങി വന്ന ആളിന്റെ തലയുടെ നേട്ട് രണ്ട് വീടിങ്ങനെ കൊണ്ട് ഒരു നല്ലൊരു മുറിവുണ്ടായി. ഞാൻ പറഞ്ഞു എന്തിനാണെന്നറിയാമോ? നമ്മൾ ചിലതെല്ലാം മറച്ചു വെച്ചിരിക്കുക. യഥാർത്ഥമായിരിക്കുന്നൊന്ന് വെളിയിൽ വരണമെങ്കിൽ ഇവിടെ എന്തുണ്ടാകണം? ഇരുട്ടൊന്ന് മാറണം. ഈ ഇരുട്ട് മാറണമെങ്കിൽ എന്ത് വേണം? ലൈറ്റ് വേണം. ലൈറ്റ് വേണേൽ എന്ത് വേണം? ഒരു സ്വിച്ച്. ഇലക്ട്രിസിറ്റി ഉണ്ട്. ഇലക്ട്രിസിറ്റി ഇല്ലാതെ വെറുതെ ലൈറ്റ് ഇവിടെ ഉണ്ടാക്കി വെക്കത്തില്ല. ഉണ്ട്. ഒരു സ്വിച്ച് ഒന്ന് ഓൺ ചെയ്താൽ മതി. ദൈവത്തിന്റെ സ്തോത്രം. ഈ അന്തരാത്മാവ് അല്ലെങ്കിൽ അകത്തെ ഭാഗം ശൂന്യമായി കിടക്കുക എന്ന് പറഞ്ഞാൽ അത് ഇരുട്ടായി കിടക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ആ ഇരുട്ടൊന്ന് മാറി അവിടെ ഒരു വെളിച്ചം വരണമെങ്കിൽ ഇതിനുള്ളിൽ ഒരു ശക്തി വ്യാപരിക്കണം. ഈ ശക്തി വ്യാപരിക്കുന്നത് വേറെ ഒന്നുമല്ല, യേശു ക്രിസ്തുമായിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള ബന്ധമാണ്. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണ്. അല്ലെങ്കിൽ ഇതിന്റെ ട്രാൻസ്ഫോമറിനകത്ത് ഒരു സ്വിച്ച് ഓൺ ചെയ്താൽ ഇവിടെ ലൈറ്റ് കത്തത്തില്ല. ഇവിടെ ലൈറ്റ് കത്തണമെങ്കിൽ ഈ വീട്ടിലെ സ്വിച്ച് ഓൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുമായി ആ വലിയ സംഭരണ ശക്തിയിലേക്ക് ഒന്ന് കണക്ഷൻ ചെയ്യണം. യേശു ക്രിസ്തുവിലേക്ക് ഒന്ന് കണക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആലയത്തിന്റെ ശൂന്യാവസ്ഥ പൂർണ്ണമായി മാറിക്കിട്ടും. ഈ ആലയത്തിന്റെ ശൂന്യത പൂർണ്ണമായി മാറിക്കിട്ടിയാൽ നീ കൊണ്ടുവരുന്നതൊക്കെ ദൈവം നമ്പുരാൻ അനുഗ്രഹിക്കും. അത് ഓട്ടസംഖ്യയിൽ ഇടുന്ന ഒരു അനുഭവമായി ഒരിക്കലും തീരത്തില്ല. ദൈവത്തെ കൂടാതെ നീ കൊണ്ടുവരുന്നത് എന്തെല്ലാമായിരുന്നാലും അതെല്ലാം ദൈവം ഊതിക്കളയുമെന്നാണ് ദൈവത്തിന്റെ കാര്യം പറയുന്നത്. നമുക്കിന്ന് ആവശ്യമായിരുന്നത് ഈ ആലയം ഒന്ന് പൂർത്തീകരിക്കണം. ഇങ്ങനെയുള്ള ആലയങ്ങളെ കൊണ്ട് പണിയുന്ന ഒരു സഭയായി രൂപാന്തരപ്പെടണമെങ്കിൽ ഇതിനകത്തൊരു ശക്തി വ്യാപരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നാം സമ്പാദിച്ചു കൊണ്ടുവരുന്നത്, നാം പ്രാപിക്കുന്നത് അത് പണം മാത്രമല്ല, ദൈവവചനത്തിൽ കൂടെ നാം കേൾക്കുന്നതായിട്ടുള്ള ദൈവവചനത്തിന്റെ മർമ്മം ഇതെല്ലാം നല്ലവണ്ണം മനസ്സിലാക്കുന്ന ഒരു നല്ല ഹൃദയം ദൈവമായി നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇത് ദിനംതോറും ഹല്ലേലൂയ അഭിവൃദ്ധി പ്രാപിച്ച് അതിന്റെ ആ സ്ഥാനത്തേക്ക് ഓടിയെത്തുവാൻ കഴിയത്തുള്ളൂ. ഇതിനിടയ്ക്ക് ചില തടസ്സങ്ങൾ ഉണ്ടാകും. നിന്റെ ഭാര്യ നിനക്ക് ചിലപ്പോൾ തടസ്സമായിരിക്കാം, നിന്റെ ഭർത്താവ് നിനക്ക് ചിലപ്പോൾ തടസ്സമായിരിക്കാം. ദൈവവചന കേൾവി കേട്ട് സന്തോഷം പ്രാപിച്ച് അനുഗ്രഹപ്പെട്ട ഒരു കുടുംബ ജീവിതം നയിക്കാൻ ഒരുപക്ഷെ തടസ്സങ്ങളായി നിൽക്കുന്നതായിട്ടുള്ള അന്ധകാര ശക്തിയിൽ നിനക്ക് ജയമെടുക്കണമെങ്കിൽ ഈ സംഭരണിയിൽ അല്ലെങ്കിൽ ഈ അത്യന്ത ശക്തിയിൽ നിനക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം. അത് ഹല്ലേലൂയ വേറെ ഒരുത്തരെ കൊണ്ടുതരാൻ കഴിയത്തില്ല. ഒരുപക്ഷെ ഭാര്യ കുറച്ചേറെ സമ്പാദിച്ച് ഭർത്താവിന് കൊടുത്തെന്ന് വരാം, അല്ലെങ്കിൽ ഭർത്താവ് കുറെ കൂടുതൽ സമ്പാദിച്ച് ഭാര്യ
ഭാര്യയ്ക്ക് കൊടുത്തു തരാം, മാതാപിതാക്കന്മാർ കുറച്ച് കൂടുതൽ സമ്പാദിച്ച് മക്കൾക്ക് കൊടുത്തു തരാം. അതെല്ലാം താൽക്കാലികമായി ഇവിടെ നിൽക്കാത്തതായ ഒരു അനുഭവമാണെങ്കിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു അനുഭവം, അവിടെ നിന്ന് വന്ന ശക്തിയുടെ ഹല്ലേലൂയ ആ ഒരു കണക്ഷൻ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ അതിവിടെ വെച്ച് നശിക്കത്തില്ല. ഒരു ശക്തിക്കും അതിനെ നശിപ്പിച്ച് കളയുവാൻ കഴിയത്തില്ല. കാരണം അത് നിത്യതയിൽ നിന്ന് വന്നതായിരിക്കുന്നത്. അത് നിത്യത വരെയും എത്തുന്ന അനുഭവത്തിലേക്ക് എന്നെയും നിങ്ങളെയും നടത്തുന്ന ശക്തിയാണ്. അതുകൊണ്ട് ഈ ഹല്ലേലൂയ സമയത്ത് ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, ഞാൻ നിങ്ങളെ ഇന്ന് രാത്രികാലം ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ ദൈവവുമായി നിങ്ങൾക്കൊരു പ്രത്യേകമായ ബന്ധം, ഒരു പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, അതിനെ തകർക്കുവാൻ ഒരു ശക്തിയും കഴിയത്തില്ല. എന്നാൽ നീ എത്ര ശക്തിമാനായാലും, എത്ര ശക്തിമതിയായാലും, എത്ര സമ്പത്തുണ്ടായിരുന്നാലും, എത്ര സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു, നൊടി നേരത്തേക്ക് മാത്രമേ അത് നിലനിൽക്കുള്ളൂ. കാരണം ഇത് നശ്വരമായ ഒരു ലോകമാണ്. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന ഒരു ദേശത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി എന്നെയും നിങ്ങളെയും ഒരുക്കുന്ന ആ അത്യന്ത ശക്തി ഹല്ലേലൂയ ഈ ആലയത്തിനകത്തുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരും. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം ദൈവസന്നിധിയിൽ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഹല്ലേലൂയ നിന്നിൽ വ്യാപരിക്കുന്ന ശക്തി അത് യേശുവിന്റെ ശക്തിയായി ഇന്ന് രാത്രികാലം രൂപാന്തരപ്പെടട്ടെ. നിന്നിൽ വ്യാപരിക്കുന്നതായിട്ടുള്ള ആ അധികാരത്തിന്റെ ഹല്ലേലൂയ ശക്തി അത് യേശുവിന്റെ ശക്തിയായിരിക്കട്ടെ, അത് ആത്മാവിന്റെ ശക്തിയായിരിക്കട്ടെ, അത് നമ്മെ രൂപാന്തരപ്പെടുത്തി ആ നിത്യതയിലേക്ക് കൊണ്ടുപോകുന്ന ശക്തിയായിരിക്കട്ടെ. ഹാഗായി പറയുന്ന പോലെ എന്റെ ആലയം ശൂന്യമായി കിടക്കുന്നത് കണ്ടുകൊണ്ട് ആകാശത്തിന്റെ കിളിവാതിലുകൾ അടച്ചു കളയുന്ന ഒരു ദൈവമാണ്. അതിൽ നിനക്ക് വിളവ് തരാത്തവരത്. വിളവെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് വരുന്നത് മാത്രമല്ല, നിന്റെ ഉദ്യോഗത്തില്, നിന്റെ സ്ഥാനമാനങ്ങളില്, നിന്റെ ഭവനത്തില് നിനക്ക് ലഭിക്കേണ്ട നന്മകളെ തടഞ്ഞു വെച്ചുകൊണ്ട് നിൽക്കുന്ന ശക്തിയുടെ മേൽ നിനക്ക് ജയമെടുക്കണോ? ഹാലിൽ ഈ അത്യന്ത ശക്തിന്മേൽ നിനക്കൊരു വ്യാപാര ശക്തി ഉണ്ടായിരിക്കണം. ഈ അത്യന്ത ശക്തിന്മേൽ നിനക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. ആ ബന്ധം ഈ ആലയത്തെ പുതുക്കി പണിഞ്ഞുകൊണ്ട് മുൻപോട്ട് വരുമ്പോൾ നീ കൊണ്ടുവരുന്നതെല്ലാം അനുഗ്രഹിക്കപ്പെടും. അതിലൊന്നും ഓട്ടസഞ്ചരിയുടെ അനുഭവമായി മാറത്തില്ല. അതുകൊണ്ട് ഈ സമയത്ത് ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ ദൈവമായി നിനക്കൊരു ബന്ധമുണ്ടോ? ഈ ദൈവമായി നിനക്ക് അതിൽ നിരന്തരമായ ഒരു ബന്ധമുണ്ടോ? നീ വളർന്നു വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം നിന്നെ പുഷ്ടിപ്പെടുത്തണം. ഹല്ലേലൂയ. ഈ ആത്മാവ് നിന്നെ ശക്തീകരിക്കണം. ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതായിട്ടുള്ള മുന്തിരിവള്ളിയുടെ അനുഭവം അത് നിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുമ്പോൾ, ഭൂമിയിൽ നിന്ന് മുളച്ചു വരുന്നതായിട്ടുള്ള ധാന്യങ്ങളുടെ എണ്ണ നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നതായി തീരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിൽ കണ്ടുപിടിച്ചത് നിന്റെ മുഖത്തെ അല്പസമയത്തേക്ക് പ്രകാശിപ്പിക്കുമെങ്കിൽ ദൈവവചനത്തിന്റെ ശക്തി നിന്നെ പ്രകാശിപ്പിച്ചുകൊണ്ടിരുന്നാൽ അത് നിത്യത വരെയും എത്തുന്ന അനുഭവത്തില് നീ കൊണ്ടുവരുന്നതിന്റെ അധ്വാന ഫലത്തെ അനുഗ്രഹിച്ച് അല്ലെങ്കിൽ പൂർത്തീകരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങള് ഏൽപ്പിച്ചു കൊടുത്താൽ അതിന്റെ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരും. നിന്റെ ഒരു 10 പൈസ പോലും ഒരുത്തൻ കളവ് കൊണ്ടുപോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ ഒന്നും നഷ്ടപ്പെട്ടു പോകാൻ അവൻ അനുവദിക്കത്തില്ല. കാരണം യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധം നിനക്കുണ്ടെങ്കിൽ അവിടെ അന്ധകാര ശക്തി പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. അവിടെ എപ്പോഴും പ്രകാശമായിരിക്കും. ആ പ്രകാശത്തിൽ ഹല്ലേലൂയ വളരുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ നിന്നെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു പൂർണ്ണതയുടെ അനുഭവം ഉണ്ടാകും. ആ പൂർണ്ണത അനുഭവം യേശു ക്രിസ്തുവിലൂടെ മാത്രമേ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. ആ യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് ഭൂമിയിലുണ്ട്. എന്നാൽ നമ്മെ നടത്തുന്ന ആ അത്യന്ത ശക്തികളുടെ വ്യാപാരത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാൽ കർത്താവിനെ സഹായിക്കട്ടെ. He will supply all your need. You have to thank God. Lord, I forgive this brother. I forgive this sister. Change, God will change your situation. Lead to the presence of Jesus. Mtu alivunja paa akanileta chini kwa miguu ya Yesu Kristo. And he punched me. Akaniguza. And I am delivered. Na sasa naambia.
came to this world and died on the cross of Calvary 2000 years ago by taking our own sins, your sin and my sin. Cezare odepishamy te wszystko zamiast mieć kanał. kushinda kama ni demonic power, kila nguvu za mapepo. Jesus repeat you. Yesu anakushinda. The name of Jesus, katika jina la Yesu. Above all the name. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിലൂടെ ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കരോട്ടൻ ഗിൽഗാൽ ഹൗസ് ഓഫ് പ്രയറിന്റെ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കാളികളാകുവാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മനസ്സിൽ സന്തോഷം പകർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ, ഏതെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക.